JP കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ കത്തോലിക്ക സഭ മുഖപത്രം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള തന്ത്രമാണെന്നാണ് വിമർശനം. ശുപാർശകൾ എപ്പോൾ എങ്ങനെ നടപ്പാക്കിയെന്ന് സർക്കാർ വിശദമാക്കണമെന്നും ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. അതേസമയം ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്ന് ജസ്റ്റിസ് JP കോശി റിപ്പോർട്ടിനോട് പറഞ്ഞു. തീരദേശത്തും മലയോരത്തുമുള്ളവരുടെ പ്രശ്നങ്ങൾ വ്യക്തമായ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും JP കോശി വ്യക്തമാക്കി. ഇതിലെ മലയോര കർഷകരുടെയും തീരദേശവാസികളുടെയും കുട്ടനാട്ടിൽ താമസിക്കുന്നവരുടെയും അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോബ്ലം എല്ലാം ഒന്ന് തന്നെയാണ്. വളരെ സയൻറ്റിഫിക്കായിട്ട് ഇത് റിസർച്ച് ചെയ്തവരൊക്കെ വിസ്തരിച്ചിട്ടാണ് നമ്മൾ അങ്ങനൊരു തീരുമാനങ്ങളുണ്ടായത്. അപ്പോൾ അതൊക്കെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ശുപാർശ ചെയ്യാനുള്ള റീസൺസാണ് ബാക്കിയുള്ള റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ശരി തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ സർക്കാർ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. റെക്കമെൻഡേഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്തല്ലോ. അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് കോടതിയും കേസും ഒക്കെയുള്ള സ്ഥിതിയാണ്. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ഇതാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് JP കോശി കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമാകുന്നു. അടുത്ത മാസം യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പല പരാമർശങ്ങളും നടത്തുകയും ചെയ്തു. അതിലാണിപ്പോൾ വീണ്ടും വിമർശനവുമായി കത്തോലിക്ക സഭ എത്തുന്നത്. ജസ്റ്റിസ് JP കോശിയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വിനീത, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി JP കോശി കമ്മീഷൻ റിപ്പോർട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും അതിന് മുൻപുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട ശുപാർശകൾ നടപ്പാക്കി, ബാക്കിയുള്ളവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നു. 220 ശുപാർശകളുടെ കാര്യത്തിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ക്രൈസ്തവ സംഘടനകൾ, ഇന്ന് ദീപികയുടെ മുഖപ്രസംഗം അത് തന്നെയാണ്, ആരും അറിയാതെ എങ്ങനെ നടപ്പാക്കി, ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും, അത് പരസ്യമാക്കണം, ആരെയും അറിയിക്കാതെ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് നടപ്പാക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ച വിമർശനമാണ്. ഇതിൽ JP കോശി കമ്മീഷൻ, ആ കമ്മീഷന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് JP കോശിയാണ്. അദ്ദേഹം പറയുന്നത് വളരെ വിശദമായി ശാസ്ത്രീയമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. 220 പ്രധാന ശുപാർശകൾ, ഉപശുപാർശകൾ ചേരുന്നവയാണ് സമർപ്പിച്ചത്. 1.5 വർഷം മുൻപ് സർക്കാർ അത് വകുപ്പ് സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടപ്പാക്കിയ കാര്യത്തിൽ കമ്മീഷന് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല. നടപ്പാക്കുന്നു എന്ന സർക്കാരിന്റെ വാദത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി അക്കാര്യത്തിൽ ഇല്ല. മലയോരത്തെ, തീരദേശത്തെ മനുഷ്യരുടെ അവരുടെ പ്രശ്നങ്ങളെ, അതിജീവന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി പഠിക്കുകയും അതിന് പരിഹാര നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടാണ്, നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്നത്. പക്ഷേ അത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.